എല്ലാ ദിവസവും സുബഹി നമസ്കാരം കഴിഞ്ഞ് 3 പ്രാവശ്യം ഇഖ്ലാസ്, 3 പ്രാവശ്യം ഫലഖ്, 3 പ്രാവശ്യം സൂറത്തുൻ നാസ്. നിങ്ങൾ ഇന്ന് മുതൽ, നിങ്ങൾ നാളെ മുതൽ നിങ്ങൾ ഇത് നടപ്പിൽ വരുത്തിക്കോളി, എഴുതി വെച്ചോ. അൽഹംദുലില്ലാ, ഞാനൊക്കെ 10-28 വർഷമായി പ്രസംഗിക്കാൻ തുടങ്ങുന്നു. ഇതൊക്കെ നമ്മൾ ഓതിയിട്ടൊക്കെയാണ് ഇങ്ങനെ അഡ്ജസ്റ്റ് ചെയ്ത് ഇങ്ങനെ പോകുന്നത്. അള്ളാഹുവിന്റെ റസൂൽ പഠിപ്പിച്ച ഈ ആയത്തുകളും ഹദീസുകളൊക്കെ ഓതിയിട്ടാണ്. സുബഹി നമസ്കാരം കഴിഞ്ഞ് ദിക്റുകളെല്ലാം ചൊല്ലി പൂർത്തിയാക്കി കണ്ണേറ് കമ്പേറ് സിഹർ ബാധിക്കാതിരിക്കാനുള്ള ഒരു വഴിയാണ് ആദ്യം സൂറത്തുൽ ഇഖ്ലാസ് ഓതണം, രണ്ടാമത് ഫലഖ് ഓതണം, മൂന്നാമത് നാസ് ഓതണം. വീണ്ടും ഒന്നും കൂടി ഖുൽ ഹുവല്ലാഹു അഹദ്, ഖുൽ അഊദു ബിറബ്ബിൽ ഫലഖ്, ഖുൽ അഊദു ബിറബ്ബിൻ നാസ്. വീണ്ടും മൂന്നാമത് ഖുൽ ഹുവല്ലാഹു അഹദ്, ഖുൽ അഊദു ബിറബ്ബിൽ ഫലഖ്, ഖുൽ അഊദു ബിറബ്ബിൻ നാസ്. കൈകളിൽ ഊതി ശരീരങ്ങൾ നിങ്ങൾ തടയും. സുബഹിക്കും മഗ്രിബിനും ഈ ലെവലിൽ ഓതണം. 3 പ്രാവശ്യം ഇഖ്ലാസ്, 3 പ്രാവശ്യം ഫലഖ്, 3 പ്രാവശ്യം നാസ്. അത് ഓതേണ്ടത് എങ്ങനെ? ഖുൽ ഹുവല്ലാഹു, ഖുൽ അഊദു ബിറബ്ബിൽ ഫലഖ്, ഖുൽ അഊദു ബിറബ്ബിൻ നാസ്. ഖുൽ ഹുവല്ലാഹു, ഖുൽ അഊദു ബിറബ്ബിൽ ഫലഖ്, ഖുൽ അഊദു ബിറബ്ബിൻ നാസ്. ഖുൽ ഹുവല്ലാഹു, ഖുൽ അഊദു ബിറബ്ബിൽ ഫലഖ്, ഖുൽ അഊദു ബിറബ്ബിൻ നാസ്. അങ്ങനെ ഓതണം. ബാക്കിയുള്ള വഖത്തുകളിലൊക്കെ ഓരോ പ്രാവശ്യം ഖുൽ ഹുവല്ലാഹു, ഖുൽ അഊദു ബിറബ്ബിൽ ഫലഖ്, ഖുൽ അഊദു ബിറബ്ബിൻ നാസ് ഓതണം. ധൈര്യമായിട്ട് ഓതിക്കോളി. അത് ഓദിക്കോ. അൽഹംദുലില്ലാ, അള്ളാഹുവിന്റെ ഫضل കൊണ്ട് ഈ സിഹറോ ഈ മാരണങ്ങളോ നമുക്ക് ബാധിക്കൂല. ആയിരിക്കും നമുക്ക് ബാധിക്കൂല. ഇത് പഠിപ്പിച്ചു തന്ന റസൂലുള്ളാഹിക്ക് ബാധിച്ചു എന്നുള്ളതാണ് പറയപ്പെടുന്നത്. ഹിശാം ഇബ്നു ഉർവ എന്ന് പറയുന്ന ആളുടെ പേരുള്ള ഹദീസ് പ്രകാരം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയ്ക്ക് സിഹർ ബാധിച്ചു എന്നുള്ളതാണ് ഹദീസ് ഗ്രന്ഥങ്ങളിൽ നിന്ന് പറയപ്പെടുന്നത്. അപ്പോൾ ഈ ആയത്തുകൾ ഇറങ്ങിയതായിരിക്കാണ്? റസൂലുള്ളാഹിക്കാണ്. ഇത് ഇങ്ങനെയൊക്കെ ഓതണമെന്ന് പഠിപ്പിച്ചത് ആരാണ്? റസൂലുള്ളാഹിയാണ്. എന്നിട്ട് റസൂലുള്ളാഹിക്ക് സിഹർ ബാധിച്ചത് എന്താണ്? റസൂലുള്ളാഹി ലിമാ തഖൂലൂന മാല തഫ്അലൂൻ എന്നുള്ള ആ ഒരു അർത്ഥത്തിൽ ചെയ്തു എന്നല്ലേ. എന്ന് പറഞ്ഞാൽ റസൂലുള്ളാഹി നിങ്ങളൊക്കെ ചൊല്ലിക്കോളി, നിങ്ങൾക്ക് സിഹറൊന്നും ബാധിക്കൂല. എന്നിട്ട് റസൂലുള്ളാഹി ചൊല്ലിയില്ല എന്നുള്ളതല്ലേ അതിൽ നിന്ന് മനസ്സിലാക്കാൻ കഴിഞ്ഞത്. അല്ലെ, റസൂലുള്ളാഹി ചൊല്ലിയിട്ടുണ്ടെങ്കിൽ റസൂലുള്ളാഹിക്ക് സിഹർ ഏൽക്കൂലായിരുന്നല്ലോ. ഇവിടെ സിഹർ, കണ്ണേറ്, ഇതിൽ നിന്നൊക്കെ രക്ഷ കിട്ടാൻ വേണ്ടിയിട്ട് റസൂലുള്ളാഹി പഠിപ്പിച്ചു എന്നും പറഞ്ഞിട്ടാണ് ഇവർ ഈ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അങ്ങനെയെങ്കിൽ ഈ പറയപ്പെട്ട ഈ ആയത്തുകൾ ഇങ്ങനെ ചൊല്ലിയാൽ സിഹർ ഏൽക്കൂലെങ്കിൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയ്ക്ക് സിഹർ ഏൽക്കുവാൻ കാരണമെന്ത്? അത് ഈ ഉസ്താദ് ഏതെങ്കിലുമൊക്കെ വേദിയിൽ പറയുമെന്ന വിശ്വാസത്തിൽ നമുക്ക് വെയിറ്റ് ചെയ്യുക എന്നാണ് പറയുവാനുള്ളത്.